അടുത്ത വർഷം മുതൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ സാർവദേശീയ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പ്രതിരോധത്തിന്റെ സ്വരമുയർത്താനും സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. സാഹിത്യോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7 ദിവസം നീണ്ടുനിന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിനാണ് തൃശൂരിൽ ശനിയാഴ്ച കൊടിയിറങ്ങിയത്. എല്ലാ ബഹുസ്വരതകളെയും 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന നാടാണ് കേരളമെന്നും സാഹിത്യമേഖലയിലുണ്ടായ കുറവ് ഈ സാഹിത്യോത്സവത്തോടുകൂടി കേരളം പരിഹരിച്ചു എന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. എല്ലാ വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഈ ജനാധിപത്യപരമായ ഈ ആസ്വാദന സംസ്കാരം തന്നെയാണ് കേരളത്തിൻ്റെ സാംസ്കാരികതയെ ഇത്രമേൽ വേറിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മികച്ച രീതിയിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ച എല്ലാവരെയും സാംസ്കാരിക മന്ത്രി അഭിനന്ദിച്ചു. ഐറിഷ് കവി ഗബ്രിയൽ റോസൻസ്റ്റോക്ക്, പലസ്തീൻ കവി നജ്വാൻ ഡാർവിഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. Why would an Irish language poet be involved with a 1300-year-old form of poetry that originated in Japan? And I'm always saying to them there that my favorite place is India, and my favorite people are Indian people. And I am not saying this like those speakers who say the same thing to every people they go. I think I'm just saying this to the Indian people and saying it only here. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ, സെക്രട്ടറി CP അബൂബക്കർ, വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, ഫെസ്റ്റിവൽ കമ്മിറ്റി കൺവീനർ KS സുനിൽകുമാർ എന്നിവരും സംസാരിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.